ഹലോ ഗൈസ്, നമ്മൾ എന്നത്തെ പോലും നമ്മൾ കോളേജ് പോകട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ കോളേജ് പോകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പയ്യെ പറഞ്ഞിട്ടോ. അങ്ങനെ ക്ലാസ് പോകാൻ നിൽക്കുമ്പോഴാണ് കുരുപ്പിനെ കണ്ടത്. അപ്പോൾ കുരുപ്പിനോട് ചോദിച്ചു മുമ്പ് വരുമ്പോൾ മുട്ടായി കൊണ്ട് തരുന്നു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ ഒരു ഉമ്മ തന്നെ ഞാൻ മുട്ടായി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഇഷ്ടമില്ലാത്ത ലെവലിൽ ഒരു ഉമ്മയ്ക്ക് തന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നതിന് ശേഷം നമുക്ക് ഓട്ടോ കിട്ടി. ഓട്ടോ കയറി നേരെ നമ്മൾ കോളേജിലെത്തിയ ശേഷം പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ പോകുന്നത് നേരെ ഒരു ഫാൻസിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫാൻസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ എന്താ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകും. ഞങ്ങൾ നാട്ടിലെ റെസ്റ്റോറൻറ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ അൽഫാമും എല്ലാം. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 6-4 അൽഫാം ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പം ഇവിടുത്തെ ഒരു ഫേവറേറ്റ് അൽഫാം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ ഹണി അൽഫാം. എനിക്കും ഉമ്മയ്ക്കൊക്കെ നല്ല ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ ഹണി അൽഫാം. ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സ് ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. മറ്റുള്ളവർ വേറെ പെപ്പറോ അങ്ങനെ എന്തോ സംഭവം അവർ ഓർഡർ ചെയ്തു. ഇപ്പോൾ ഇത് എന്തിൻ്റെ ചിലവാണെന്ന് വെച്ചാൽ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ക്യാഷ് കിട്ടിയിരുന്നു, അതിൻ്റെ ഒരു ചിലവാണ്. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ പിറകെ നടന്നൊന്നും വാങ്ങിത്താടിയെന്ന് പറഞ്ഞാൽ പിന്നെ വാങ്ങി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കൈയേക്കാന്ന് പോയപ്പോൾ ഞാനും അവളടി എന്തായാലും ഞങ്ങൾ ഇങ്ങനെ എവിടെ പോയാലും ഞങ്ങൾ ഇങ്ങനെ. അങ്ങനെ പിന്നെ ഫുഡും കാര്യങ്ങളും കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അവർ വീട്ടിലേക്കും ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങേണ്ടിയിരുന്നു, കുറച്ച് ഇന്നോവേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നു. അത് വാങ്ങി. പിന്നെ അത് വാങ്ങിയതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടിയിരുന്നു. അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ അവളെ വീട്ടിൻ്റെ അവിടെ ഇറക്കി കൊടുത്തു. ഞാൻ പിന്നെ നേരെ ഓട്ടോ കയറിക്കാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഉമ്മച്ചി കാണിച്ചു കൊടുത്തു. ഉമ്മച്ചിൻ്റെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു സാധനം വാങ്ങിയ ക്യാഷ് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കി തന്നെ പറയട്ടോ ഗൈസ്. കാരണം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് സാധനം വാങ്ങിയത്. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് നമ്മൾ ഉണ്ടാക്കിയ ക്യാഷ് ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങി കൊടുക്കുമ്പോൾ ആ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അമ്മയായാലും ഉപ്പായി അവരെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ റാഹത്ത്, എൻ്റെ ഉമ്മച്ച് നല്ല സന്തോഷമാണ്. അത് കണ്ടിട്ട് എനിക്കും ഒരുപാട് സന്തോഷമായി അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ റൂമിൽ പോയി ഫ്രഷ് ഒക്കെ ആയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.